അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1299. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നിശ്ചയമായും അവിടുന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ലാ യർമി റജുലൻ, ഒരാളും മറ്റൊരാളെ ആക്ഷേപിക്കുകയില്ല, ബിൽ ഫിസ്ഖി, ഫിസ്ഖ് കൊണ്ട്, തമ്മാടിത്തരം കൊണ്ട്, അവിൽ കുഫ്രി, അല്ലെങ്കിൽ കുഫ്ർ കൊണ്ട് ആക്ഷേപിക്കുകയില്ല, ഇല്ലർത്തദ്ദത് അലൈഹി, അവന്റെ മേൽ അത് മടങ്ങിയിട്ടല്ലാതെ. ഇല്ലം യകുൻ സ്വാഹിബുഹു കദാലിക്, ആ പറയപ്പെട്ട ആൾ അപ്രകാരമല്ലെങ്കിൽ. മറ്റൊരാളെ കുറിച്ച് തമ്മാടി എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ മോശമായ ഏതെങ്കിലും പ്രവർത്തനം എടുത്തു പറഞ്ഞു വിളിച്ചാൽ, മദ്യപാനി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ വ്യഭിചാരി എന്ന് വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ മോശമായ നിലക്ക് ഒരാളെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാഫിർ എന്നൊരാളെ കുറിച്ച് മോശമായ നിലക്ക് വിളിച്ചാൽ, അത് അവനിലേക്ക് തന്നെ അത് മടങ്ങും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു, ഒരാളെ കുറിച്ച് അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷ അവനിലേക്ക് മടങ്ങും, ആ വിളിച്ചതിനുള്ള കുറ്റം അവന് ലഭിക്കും. അത് അവനിൽ ഉള്ളതാണെങ്കിൽ പോലും, ഒരു തിന്മ ഒരാളിൽ ഉള്ളതാണെങ്കിൽ പോലും, അത് അവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ അത് പരസ്യപ്പെടുത്തരുത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂ എന്നാണല്ലോ. അപ്പോൾ ഒരു തിന്മ ഒരാളിൽ നാം കണ്ടാൽ തന്നെ അത് അവനെ വിളിച്ച് ഉപദേശിക്കുക എന്നല്ലാതെ നാം ആ പേര് പറഞ്ഞ് വിളിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താൽ അത് അവനിലേക്ക് തന്നെ മടങ്ങും എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അതുകൊണ്ട് നാം സംസാരം എപ്പോഴും സൂക്ഷിക്കണം. നാം ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരാളെ നാം വഷളാക്കിയാൽ, അല്ലാഹു തആല അവനെ ദുന്യാവിൽ തന്നെ വഷളാക്കിയിട്ടല്ലാതെ മരിക്കൂല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അതുകൊണ്ട് നാം നമ്മുടെ ഇസ്ലാം നാവ് സൂക്ഷിക്കാൻ, അവൻ്റെ ദീൻ സൂക്ഷിക്കാൻ വളരെ കർശനമായി ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവ് പ്രത്യേകം സൂക്ഷിക്കണം. ആക്ഷേപിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, തെറി വിളിക്കുമ്പോൾ അത് നമ്മിലേക്ക് തന്നെ മടങ്ങാൻ അത് കാരണമാകും. അല്ലാഹു തആല എല്ലാ അദബുകൾ പാലിക്കാനും സംസാരങ്ങളും എല്ലാം സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.